എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം സാറ്റർഡേ വ്ളോഗാണ്, കഴിഞ്ഞ സാറ്റർഡേയിലെ വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഫ്രൈഡേയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സാറ്റർഡേ 2 റോജൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചത് അത് മാത്രമായിട്ടാണ് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടന്നു. കാരണം അവർ ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റത് ബിരിയാണിയുടെ കാര്യങ്ങളിലേക്കാണ് കടന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം പപ്പ കുരിച്ചിൻ്റെ നടയിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും മേടിച്ചിട്ട് വന്ന പഴമായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്നെടുത്ത് അതിൻ്റെ അകത്തേക്ക് വെച്ച് 2 കിലോ പഴമാണത്. അതങ്ങനെ തന്നെ എടുത്ത് വെച്ച്. എപ്പോഴും ഞാൻ പഴം ഇങ്ങനെ വേർതിരിച്ചിട്ട് അതിനകത്തേക്ക് വെക്കണം. അപ്പോൾ ഇന്ന് നേരം കിട്ടിയില്ല, അങ്ങനെ ഞങ്ങൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ വേഗം തന്നെ ഞാൻ സവാളയും എല്ലാം ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് സോഡാപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതിലഴുക്കൊക്കെ പെട്ടെന്നൊക്കെ പോയിട്ട് ക്ലീനായി കിട്ടും. പിന്നെ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയം ഇത്തിരി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ടായിരിക്കുള്ളൂ ബിരിയാണി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സവാള വേഗം ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വറുക്കാനുള്ള നേരം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും പൊളിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കണേണ്. നമുക്ക് ആവശ്യത്തിന് ഇങ്ങോട്ട് എടുത്താൽ മാത്രം മതി. അതുകൊണ്ട് വേഗം കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത്തിരി ബിരിയാണിയുടെ കൂട്ടത്തിൽ വെക്കാനുള്ള മുട്ടയും പിന്നെ ഞാനൊരു ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രമാണ്, അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് വേവിക്കാനിട്ടത് കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പോൾ അത് ആ നേരം കൊണ്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് ഇത്തിരി വിനാഗിരി ഞാൻ ഇട്ടിട്ടുണ്ട്. വിനാഗിരി ഇടുമ്പോൾ കളറൊന്നും കയറി ആ പാത്രത്തിൽ പിടിക്കില്ല, ഒരു കറ ഉണ്ടാവുമല്ലോ എന്നുണ്ടെങ്കിൽ മുട്ട വേവിക്കുമ്പോൾ അതുണ്ടാതിരിക്കാനാണ് വിനാഗിരി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ സവാള വറുത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഗാർണിഷ് ചെയ്യാനുള്ള എടുത്തങ്ങൾ മാറ്റിയതിന് ശേഷം പിന്നെ തക്കാളി അരിഞ്ഞതും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പ് തൈര് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ട് ചിക്കനും ഇട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച്. പിന്നെ ഇനി തലേദിവസം രാത്രി റോജർ ഇങ്ങനെ എൻ്റെ കയ്യിൽ ബിരിയാണി റൈസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഇനി പപ്പേനെ വിടാനുള്ള നേരമൊന്നുമില്ല. രാവിലെ 10 മണി കഴിയാതെ ഒന്നും കടയും തുറക്കൂല. അപ്പോൾ ഞാൻ പറഞ്ഞ അന്നേ പിന്നെ നമുക്ക് ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞിട്ട് ദാവത്തിൻ്റെ ആ റെഡ് കളറിലെ അരിയാണ് മേടിച്ച് വെച്ചേക്കണത്. അപ്പോൾ എനിക്ക് ദാവത്തിനെക്കാട്ടിയും ഇഷ്ടം എന്തായാലും വൈറ്റ് സെല്ല റൈസ് തന്നെയാണ്. എങ്കിലും ഇപ്പം നമുക്കത് പറ്റാത്തത് കൊണ്ട് ദാവത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ദാവത്തിൻ്റെ റൈസ് നമ്മൾ കുറേ നാളായിട്ട് അങ്ങനെ മേടിക്കുമായിരുന്നു. റിച്ചാർഡുള്ള സമയത്തൊക്കെ റിച്ചാർഡിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദാവത്തിൻ്റെ റൈസ് മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തിരി പുട്ട് വേഗം ഉണ്ടാക്കി പഴവും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം നമുക്ക് രാവിലെ ഇത്തിരി തിരക്കിട്ട പണിയുള്ളത് കൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊരു കറിയൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണോണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല. വേഗം തന്നെ നമുക്ക് എടുത്തൊക്കെ വേഗം ഇട്ട് കാര്യങ്ങൾ വേഗം കഴിയും കേട്ടോ. ഒരു മടി തോന്നില്ല നമുക്ക് ജോലി ചെയ്യാനായിട്ട്. ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ തേങ്ങ പച്ചമുളക് ഇഞ്ചി വേപ്പില സവാള അങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലിടുന്നുണ്ടെങ്കിൽ നമുക്ക് പണി എടുക്കാനായിട്ട് പാചകത്തിൻ്റെ സമയത്ത് ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമുക്ക് ടെൻഷൻ കൂടി വരും, ഇത് ചെയ്ത് തീർക്കണമല്ല എന്നുള്ള. അപ്പോൾ ആ സമയത്ത് പപ്പ അവിടെ മുറ്റമെല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പപ്പ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടേക്ക് വന്ന് തിരിഞ്ഞു നോക്കണ്ട. എപ്പോഴും വഴിയും നമ്മുടെ അതായത് നമ്മളുടെ പുറത്തെ വഴി അതുവരെ പപ്പ ക്ലീൻ ചെയ്തിടും. കാരണം കോർപ്പറേഷൻ്റെ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ ഈ വഴിയിലോട്ടൊന്നും വരില്ല. അവർ വലിയ റോഡിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ വഴിയിൽ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ എല്ലാവരൊന്നും അത്രയും ക്ലീൻ ആക്കാറില്ല. പക്ഷെ പപ്പക്ക് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത്ര ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പപ്പ ക്ലീൻ ചെയ്തിടും. ഒരു പുല്ല് പോലും മുളക്കാൻ അനുവദിക്കില്ല വഴിയിൽ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിടും. റൂബിക്കുഞ്ഞിൻ്റെ നോട്ടം കണ്ട എന്ത് ക്യൂട്ടാണല്ലേ അവൾ. ഞാനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവൾ അതിലേക്ക് നോക്കണം മമ്മി എന്താ ചെയ്യണമെന്നുള്ളത്. ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടാനിരിക്കൂലേ അപ്പോഴേക്കും ഇതുപോലെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും കേട്ടോ. എൻ്റെ കാൽക്കീഴിൽ വന്നിരിക്കും അടുത്ത സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ടേ. എന്നിട്ട് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. ഭയങ്കര സങ്കടവും ഇതൊക്കെ തോന്നും നമുക്ക് അവളുടെ നോട്ടം കാണുമ്പോൾ. അപ്പോൾ ഇപ്പോഴും അതുപോലെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണേണ് അവൾ.
അങ്ങനെ പപ്പ കഴുകണത് നോക്കി ഞാനും റൂബിയും കൂടി കുറച്ച് നേരം ഇരുന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇത്തിരി ഒരു 1-2 കഷ്ണം മീൻ മാത്രം എടുത്തിട്ട് വളരെ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കണം. കാരണം കുറേ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് മാംസം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത്തിരി കുറഞ്ഞു പോയി. പിന്നെയും ഇട്ട് ഒരെണ്ണം കൂടി വേവിക്കണമെങ്കിൽ പിന്നെ സമയം പോകില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേവിച്ചില്ല, ഉള്ള ഉരുളക്കിഴങ്ങ് വെച്ച്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കൂടുതൽ ഉരുളക്കിഴങ്ങിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് പോണ്ട പോലെ ആയിപ്പോവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉരുളക്കിഴങ്ങ് കൂടുതലാണ് ഇഷ്ടം. പക്ഷേ മറ്റുള്ളവർക്ക് അത് പറ്റൂല. അതുകൊണ്ട് പിന്നെ ഞാൻ അത്രയും ഉരുളക്കിഴങ്ങ് മതി എന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ആദ്യം നമ്മളില്ലേ വെളിച്ചെണ്ണക്കകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് ഒന്ന് ആയതിന് ശേഷം സവാള ഇട്ടാൽ മതി, വേപ്പില. എന്നിട്ട് അതൊന്ന് കളറ് മാറി വരണ സമയത്ത് നമുക്ക് ഇതിനകത്ത് വളരെ മിനിമം മസാലകൾ മാത്രം ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റേ പോകും. ഇത്തിരി ഗരം മസാലയും ഇത്തിരി കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പറയാറില്ലേ, ഇതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കരുത്. നമുക്ക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വേറൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് സോസുകളൊന്നും ഇടാതിരിക്കുന്നത് തന്നെ നല്ലത്. സോസുകളൊക്കെ ഇട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത് എന്നെ സംബന്ധിച്ച് അതിൻ്റെ തനതായ രുചി നഷ്ടപ്പെടുന്ന പോലെ തോന്നണത് സോസൊക്കെ ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ ആ മൊരിഞ്ഞ് വന്ന അതിനകത്തേക്ക് ആ സവാളയ്ക്ക് ഇത്തിരി മൊരിഞ്ഞ് വരുന്നത് നല്ലതാണ്, കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ആ മീൻ പൊടിച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്ത പോലെ എടുത്തതിന് ശേഷമാണ് നമ്മളതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്തിട്ട് പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് മുട്ടയില അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൈദ ലൈറ്റായിട്ട് അധികം കട്ടിയില്ലാതെ കലക്കിയിട്ട് മൈദയിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കാം. മുട്ടയിൽ മുക്കി പൊരിക്കുമ്പോഴാണ് ടേസ്റ്റ്. അത് ശരിയാണ്. എങ്കിൽ തന്നെയും ഇത്തിരി മൈദ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതേ കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. മല്ലിയിലയൊന്നും ഇടണമെന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടില്ല, വേപ്പില മാത്രമാണ് ഇട്ടേക്കണത്. എന്നിട്ട് പിന്നെ ഞാൻ ഒരു മുട്ടയുടെ വൈറ്റ് മാത്രം, എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, പതഞ്ഞ് പൊങ്ങാതിരിക്കാനായിട്ട് അതാണ് നല്ലത്. എന്നുണ്ടെങ്കിൽ എഗ് യോക്ക് ചേർന്ന് പോയാൽ പതഞ്ഞ് പൊങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഗ് വൈറ്റും മാത്രമേ ഇടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ടിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും പിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കും. നമ്മൾ എണ്ണയിലിടുമ്പോൾ അതിനൊരു ബലം കിട്ടുള്ളൂ. ഈ മുട്ടയുടെ മഞ്ഞ ചേർന്നിട്ട് ഇങ്ങനെ അതൊട്ടി പിടിച്ചിരുന്നിട്ട് നന്നായിട്ട് പൊട്ടിപ്പോകാതെയൊക്കെ കിട്ടും. പക്ഷേ എനിക്കങ്ങനെ കട്ട്ലറ്റ് പൊട്ടിയൊന്നും പോകാറില്ല. അതുകൊണ്ട് ഞാൻ ആ എഗ് യോക്ക് റൂബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേട്ടാ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ 8 കട്ട്ലറ്റാക്കി എടുക്കാമായിരുന്നു. കാരണം ഞാൻ ഡബിൾ കോട്ടാണ് ചെയ്യണത്. ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ കട്ട്ലറ്റിൻ്റെ വലിപ്പം കൊണ്ട് നന്നായിട്ട് കൂടും. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട് ചെയ്തിട്ട് ആ ഒരു നഗറ്റ്സിൻ്റെ ഒക്കെ പോലെ ഒരു കട്ടിയുള്ളൊരു കോട്ടായിട്ടിരിക്കാൻ വേണ്ടി ഡബിൾ കോട്ട് ചെയ്യണത്. അപ്പോൾ ഇത് എനിക്ക് തോന്നി ഒരു 8 എണ്ണം ആക്കാമായിരുന്നു എന്ന് വിചാരിച്ച്. എങ്കിലും ഞാൻ ഓർത്തേ കുട്ടികൾക്ക് ഒരെണ്ണമായിട്ട് കൊടുക്കുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരെണ്ണം കൂടി എടുക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ വലുതാക്കി എടുത്തതാണ് കൂടുതലും. അപ്പോൾ അവരത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചിലവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരെണ്ണം കൂടി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ 2 എണ്ണം ആകൂലേ എന്നുള്ളൊരു ടെൻഷൻ വരുന്ന ആളുകൾക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത്തിരി വലുതാക്കി എടുത്തത് കേട്ടോ. പക്ഷേ എന്താ, ഈ കുട്ടികളൊന്നും കഴിക്കാത്ത കുട്ടികളായിരുന്നു, പെൺകുട്ടികളായിരുന്നു കേട്ടോ 2 പേര്. അവർ UK പഠിക്കാൻ പോയിട്ട് റോജൻ്റെ കൂടെ സെയിൻറ്റ് ആൽബർട്ട്സിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവർ 2 പേര് UK പഠിക്കാൻ പോയി കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ റോജറിനെ വിസിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് അവർ കഴിച്ചത് കേട്ടോ. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഒരുവിധം കഴിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കട്ട്ലറ്റ് കൊടുത്തിട്ട് അവർ പകുതിയാണ് കഴിച്ചത്. ഒരു കട്ട്ലറ്റിൻ്റെ പകുതി അവർക്ക് അതുപോലെ മുട്ടയൊക്കെ ബിരിയാണിയിൽ വെച്ചിട്ട് അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബിരിയാണി ഞാൻ വിളമ്പിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അത്രയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രം കൊണ്ടുപോയി കൊടുത്ത് അതിനകത്തേക്ക് അവർ മാറ്റി അങ്ങനെയൊക്കെയാണ് അവർ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ കഴിച്ചില്ല.
അങ്ങനെ ഞാനേതായാലും ദാവത്തിൻ്റെ അരിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അത് വെള്ളത്തിൽ കുതിർത്തൊന്ന് ഇട്ടിട്ട് വേണമല്ലോ വേവിക്കാൻ എന്ന് വിചാരിച്ച് ഞാനത് ഇങ്ങനെ എടുത്തെങ്കിലും വെള്ളത്തിൽ ഞാൻ കുതിർത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പപ്പ കടയിൽ പോയി സാധനം മേടിച്ച് തിരിച്ച് വന്നു. ഞാൻ ഓർത്തില്ല അത്രയും പെട്ടെന്ന് വരുമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദാവത്തിൻ്റെ അരി പൊട്ടിക്കൂലായിരുന്നു. കാരണം എനിക്ക് വയസ്സെല്ലാം വെച്ച് തന്നെ ചെയ്യാനാണ് ഇഷ്ടം. അത് നല്ലൊരു ഫ്ലേവർ ഉള്ളതാണ്. ഈ ദാവത്തിനൊന്നും അത്രയും ഫ്ലേവറില്ല. അപ്പോൾ അങ്ങനെ ഞാനത് ഇങ്ങനെ ഇട്ട് വെച്ച് എങ്കിലും കുറച്ച് നേരം അത് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ പിന്നെ അത് തന്നെ വെക്കേണ്ടി വന്നില്ല. പക്ഷേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പപ്പ എത്തി അരിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന്. പൈനാപ്പിൾ മേടിക്കാനൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വിട്ടത്. കുക്കുംബറും തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടതെങ്കിലും പപ്പ റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ റൈസ് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പിന്നെ ദാവത്തിൻ്റെ അരി വേറെ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി അത് അടച്ചു വെച്ചതിന് ശേഷം വേഗം നമ്മൾ സാധാരണ എടുക്കണ വൈറ്റ് സെല്ല റൈസ് എടുത്ത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലാണ് എനിക്കും ഒരു ധൈര്യമുള്ളത് വെക്കാനായിട്ട്. മറ്റേത് എനിക്ക് അത്ര ഇഷ്ടമല്ല ദാവത്തിൻ്റെ റൈസ്. അങ്ങനെ അത് കുതിർക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ആ കറിക്കകത്തേക്കൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. പൈനാപ്പിൾ ഒന്നുകൂടി പഴുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മധുരം ഉണ്ടായിരുന്നു. തന്നെ ഇത് മധുരം ഉണ്ടെങ്കിലും നേരിയൊരു പുളിപ്പുണ്ടായിരുന്നു. എങ്കിലും നമുക്കിപ്പോൾ അത്യാവശ്യം ചെയ്തുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ കട്ട് ചെയ്യണം. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ചെറിയ കത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊണ്ട് വെറുതെ അങ്ങോട്ട് കട്ട് ചെയ്ത് വേഗം മാറ്റാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാതെ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്ത് പിന്നെ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു പീസ് വെച്ച് കൊടുക്കുകയും ചെയ്യാമല്ല. എങ്കിലും ഞാൻ പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടി വെക്കാമല്ല എന്നുള്ളൊരിതിൽ. പുഡിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ മേടിച്ച സ്ഥിതിക്ക് ഇത് ഒരു പീസും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ പീൽ ചെയ്തൊക്കെ എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി അതും കൂടി വെച്ച്. അപ്പോൾ നമ്മുടെ അരി ഇടാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മുഴുവൻ മസാലകൾ പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി അരി ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടന്നിട്ട് നേരി തീയിലൊന്ന് വെന്ത് നമ്മൾ നോക്കി എടുക്കണം. ഏകദേശം ഒരു 90% വേകണം. എന്നിട്ട് ഞാൻ വാർത്തിടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ അരി അങ്ങനെയും വെന്ത് കുഴഞ്ഞു പോകാത്ത അരിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ടൈം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. എങ്കിലും മറ്റുള്ള അരിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ ഈ വൈറ്റ് സെല്ലഡ് തന്നെ ഗോൾഡൻ സെല്ല റൈസും ഉണ്ട്. അപ്പോൾ ഗോൾഡൻ സെല്ല ആകുമ്പോൾ അത് പുഴുക്കലരിയാണ്. അത് വെച്ചിട്ട് ബിരിയാണി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കുഴഞ്ഞു പോവില്ല. നമ്മളുടെ ചോറ് വെക്കണ അരി പോലെ നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് ഗോൾഡൻ കളറായിരിക്കും. ഇത് വൈറ്റ്. എനിക്ക് ഗോൾഡൻ സെല്ല എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അത് അത്ര ഇഷ്ടമല്ല. നല്ലതാണ് ഇത് കുഴഞ്ഞു പോകാതിരിക്കാനൊക്കെ. അത് തന്നെയാണ് നല്ലത്. ആദ്യമായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ ഗോൾഡൻ സെല്ലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ അകത്തേക്ക് ഇനി മല്ലിയിലയും ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഈ ചക്ക പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചെറിയ പീസസായിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. പിന്നെ ബിരിയാണിയുടെ ആ ഒരു റൈസിലും കുറച്ച് ചക്ക കട്ട് ചെയ്തത് ഇട്ട് കഴിഞ്ഞാൽ കൈതച്ചക്കയാണ് കേട്ടോ. ആ കൈത പറയാത്തത് കൊണ്ട് മറ്റേ ചക്കയാണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ അത് കട്ട് ചെയ്തത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഫ്ലേവറാണ്. നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടിയൊക്കെ ഇട്ട് ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ മല്ലിയില ഇടണം കേട്ടോ. ആദ്യം തന്നെ മല്ലിയില ഇടണം. റൈസ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ റൈസിലേക്കും വരും. പിന്നെ പുതിനയില വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനങ്ങനെ ചേർക്കാറേ ഇല്ല. പുതിനയില ഉണ്ടെങ്കിൽ വളരെ കുറച്ച്. പുതിനയിലയുടെ ടേസ്റ്റ് കുത്ത് ടേസ്റ്റ് വരും ബിരിയാണിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ അധികം ആയിപ്പോകരുത്. മല്ലിയില കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ റൈസ് ഞാൻ ഇടണേണേ. റൈസ് ഇട്ടിട്ട് ഇനി നെയ്യിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കണം. ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ ഞാൻ ഇത്തിരി ബ്രോക്കൺ കശുവണ്ടിയൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട് പപ്പനെ കൊണ്ട്. അപ്പോൾ അതൊന്ന് വേറെ ഒന്ന് വറുത്തെടുക്കുക. കാരണം രാവിലെ നമ്മൾ സവാള വറുത്ത സമയത്ത് കശുവണ്ടി ഒന്നും മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നില്ലല്ലോ, നേരം വെളുക്കുകയെ ചെയ്തതല്ലേ. അപ്പോൾ അത് സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ചോറിൻ്റെ അകത്തും ഇത്തിരി പൈനാപ്പിൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ അത് കടിക്കാനും ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്ന് വെന്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ അതേ ഇത്തിരി
നെയ്യും, ഒരുപാട് നെയ്യൊന്നും ബിരിയാണിക്ക് ആകരുത്, നമുക്ക് ആദ്യം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വളരെ കുറച്ച് നെയ്യും ഒക്കെ ഒന്ന് മീതയിൽ ഇട്ടിട്ട് ഇത്തിരി റോസ് വാട്ടർ വളരെ കുറച്ച് മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് അത് മൂടി വെക്കാം ചെറിയ തീയിൽ. അപ്പോൾ ആ സമയത്തിന് നമുക്ക് അടുത്തൊരു പണിയുള്ളത് നമ്മുടെ സാലഡ് കട്ട് ചെയ്ത് അതിന് വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം തക്കാളി സാലഡിൽ ഇപ്പം ഞാൻ ഇടാറില്ല, അങ്ങനെ നേരത്തെ ഇടുമായിരുന്നു. തക്കാളി ഇടുന്നതിനും നല്ലത് ക്യുക്കുംബറും സവാളയും മാത്രം ഇട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ നല്ല വെളുത്തിരിക്കും. സാലഡ് ഇങ്ങനെ ഇരിക്കണമ്പോൾ നല്ല വെളുത്തിരിക്കും. തക്കാളി ആകുമ്പോഴത്തേക്ക് ഒരു പിങ്ക് കളറ് അതിനകത്തേക്ക് കലർന്നിട്ട് വേറൊരു കളറിലേക്ക് വരും. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തക്കാളി ഇങ്ങനെ കാണില്ല, എപ്പോഴും ഈ കുക്കുംബറും ക്യാരറ്റ് ഇടും കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ഇട്ടിടും. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടില്ല, ഇത് രണ്ടും മാത്രം ഇടും. അപ്പോൾ ക്യാരറ്റ് ഇടുമ്പോഴത്തേക്കും നല്ലൊരു കളറായിട്ട് ഇടയ്ക്ക് കാണാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ നടുക്കത്തെ സീഡുകൾ എടുത്തിട്ട് ഞാൻ തന്നെ കഴിച്ചേട്ടോ, കാരണം അത് നല്ല സോഫ്റ്റായിട്ട് ഒട്ടും മൂക്കാത്തതായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ നടുക്കത്തെ സീഡ് കട്ട് ചെയ്ത് മാറ്റി അത് കഴിച്ച്. പിന്നെ ഈ തൈര് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ഇത്തിരി പുളിച്ച തൈരാണല്ലോ, നമ്മൾ ചാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പനെ കൊണ്ട് ഈ ഒരു യോഗട്ട് കൂടി മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ആ ചെറിയ ബക്കറ്റിൻ്റെ യോഗട്ട് ഒരുപാട് ഇവിടെ മേടിക്കുമായിരുന്നു, റോജർ കഴിക്കുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മളത് മേടിക്കാറില്ല, റോജറിന് വേണ്ടല്ല എന്ന് ഓർത്തിട്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ യോഗട്ട് ഇങ്ങനെ മേടിച്ചത്. ആ പുളിയില്ലാത്ത തൈര് വെച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നമ്മളതിനൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കില്ല, കാരണം സവാളയുടെ അകത്ത് നിന്നൊക്കെ ഇത്തിരി വെള്ളം വരും. അപ്പോൾ അത് പാകത്തിനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് റെഡിയാക്കണം. സാലഡിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കശുവണ്ടി മുന്തിരിയും കൂടി വറുത്തിട്ട് ആ സവാള ഗാർണിഷ് ചെയ്യാൻ വെച്ച സവാളയുടെ കൂട്ടത്തിൽ തന്നെ എടുത്തിട്ടിട്ട് ഇതേ എണ്ണയിൽ കട്ട്ലറ്റും കൂടി വറുത്തെടുക്കണേ. കാരണം ഇനിയിപ്പോൾ വേറൊരു ചട്ടി കഴുകിക്കൊണ്ട് വന്ന് എടുക്കാനുള്ള നേരമില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ഈ ഒരു തടുക്ക പാൻ യൂസ് ചെയ്യണോണ്ട് അത് അങ്ങനെ ഇങ്ങനെ ഓയിലിട്ട്, അതായത് നമ്മളുടെ കറ ഇളകി ഒന്നും ഇരിക്കില്ല, എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണോണ്ട് തന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് വേഗം കട്ട്ലറ്റും ഓരോന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് ആകെ 4 കട്ട്ലറ്റല്ലേ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ആ കുട്ടികൾ വന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾ കയറി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവർക്കുള്ള നാരങ്ങ വെള്ളമൊക്കെ എടുത്തിട്ട് അത് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ മാത്രം പിഴിഞ്ഞിട്ടാൽ മതിയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കുമല്ലായിരുന്നിട്ട് അവരെപ്പോഴാണ് എത്തുകയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കൊണ്ടിട്ട് വേഗം കൊടുത്തു. അപ്പോൾ പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അവരെ കാണിച്ചില്ല കേട്ടോ, ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് ചാനലിൽ കൂടിയൊക്കെ കാണുമ്പോൾ. അതിന് കുട്ടികളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഒരു കുട്ടി ആതിര എന്നാണ് അവളുടെ പേര്. അവൾ നമ്മൾക്ക് നേരത്തെ റൂബി കുഞ്ഞിൻ്റെ ഒരു കാരിക്കേച്ചർ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, കാരണം അത് മോളിൽ പോയിട്ടൊക്കെ എടുക്കാൻ എനിക്കൊരു മടിയായിട്ട് നേരമില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അത് കണ്ട ഒരുപാട് പേരുണ്ടാവും. റൂബിയുടെ കാരിക്കേച്ചർ നല്ല അടിപൊളിയായിട്ട് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കൂടി വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. 2 കുട്ടികൾ, ഒരു കുട്ടി അതാണ്. അപ്പോൾ ആ കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് റോജറിൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് ഒരുപാട് ജോലി തിരക്ക് ഉള്ളതല്ലേ, അപ്പോൾ വേണ്ട. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫുഡ് ഉണ്ടാക്കണമല്ലേ, ആ കൂടുതൽ 2 പേർക്കല്ലേ, അത് കുഴപ്പമില്ല, ഞാനും തന്നെ ഉണ്ടാക്കിക്കോളാം, ഒന്നും മേടിക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഈ കുട്ടി ഉള്ളതുകൊണ്ട്, ഈ ആതിരെന്ന് പറഞ്ഞ കുട്ടി ഉള്ളതുകൊണ്ട് തന്നെയും ആ കുട്ടി എത്ര ടൈം എടുത്തിട്ടായിരിക്കുള്ളൂ ആ റൂബി കുഞ്ഞിൻ്റെ പടം നമ്മൾക്ക് വരച്ച് കാരിക്കേച്ചർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ടൈം ആ കുട്ടിക്ക് നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എനിക്കിത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണ് മമ്മി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വേഗം ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതേ അവർക്ക് 2 ആൾക്കുള്ളത് വിളമ്പി വെച്ചേക്കണം. ഇതിൻ്റെ 1/4 ഭാഗം പോലും ഒരു കഴിച്ചില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ഒരു പുഡിങ് അതെടുത്ത് കൊടുത്തപ്പോൾ അവർക്ക് 2 ആൾക്കും ഓരോരോ ബൗളിൽ ആക്കി ഞാൻ വെച്ചതെങ്കിലും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് 1 എണ്ണം മതി, 2 സ്പൂൺ ഇട്ട് തന്നാൽ മതി, കാരണം ഞങ്ങൾക്ക് ഇനി കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അപ്പോൾ ബിരിയാണിയിൽ ഞാൻ മുട്ടയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുട്ട ഒന്നും അവർ കഴിച്ചില്ല, അതെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ്, വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ എനിക്കൊരു സങ്കടമായി. നന്നായിട്ട് കഴിക്കണമെന്നാണ് നമുക്കൊരു സന്തോഷം, ഇത് എനിക്കൊരു സങ്കടമായി. പിന്നെ പുഡിങ് ആണെന്നുണ്ടെങ്കിലും അവർക്കിത് 1 എണ്ണം മതി, 2 പേരും കൂടി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അത് തീർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു 2 ആളും കൂടിയിട്ട്. അപ്പോഴും 2 പേർക്കുള്ളതും അതും അവർക്ക് കഴിക്കാൻ സാധിച്ചില്ല, ഒരാൾക്കുള്ളത് 2 പേരും കൂടി കഴിച്ച്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ
പപ്പക്ക് ഈ ചെടിച്ചട്ടി ഇരിക്കണോണ്ടേ അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് പപ്പ വേഗം തന്നെ അത് മാറ്റി കേട്ടോ. കാരണം നമ്മൾ അന്ന് കൊക്കോപ്പീറ്റ് ഇങ്ങനെ നനച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കണേരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടി മേടിച്ച് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് അത് മാറ്റാമെന്ന് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ അതും അവിടെ ഇരുന്ന് വെറുതെ ഇരിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഈ 2 ചട്ടിയിലായിട്ട് ഇട്ടപ്പോഴത്തേക്ക് ആ കൊക്കോപ്പീറ്റും തീർന്ന് കിട്ടി. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു മണ്ണ് നട്ടു വെച്ചാൽ അതില്ലേ അതും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ 2 ചട്ടികളിലും പപ്പ അത് ആക്കി വെച്ചേട്ടാ. ഇനിയിപ്പോൾ തെങ്ങ് കുറച്ച് കൂടിയിട്ട് ഒന്ന് തെങ്ങല്ല ആ ചെടി ഒന്ന് കൂടിയിട്ട് ഇത്തിരി കൂടി വലുതാവും. അപ്പോൾ അങ്ങനെ അത് രണ്ടും ചെയ്തു വെച്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ആണല്ലോ. അപ്പോൾ സാറ്റർഡേ രാത്രി പള്ളിയിൽ ആരാധനയുണ്ട്. അപ്പോൾ എനിക്കും പപ്പക്കും ആരാധനയ്ക്ക് പോകണം. കാരണം നമ്മളുടെ ബിഷപ്പിൻ്റെ ആ ഒരു ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ആരാധന, അതിന് മുൻപായിട്ടുള്ള നമ്മളുടെ ഒരു ആരാധനയാണ് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ഞാനും പപ്പയും കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഡിന്നറിൻ്റെ സമയത്ത് നമ്മൾ മറ്റേ വലിയതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ് എല്ലാം എടുത്ത് പിന്നെ ഈ ഒരു ഫെറാറോ റോഷറിൻ്റെ ചോക്ലേറ്റ് ആതിര കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം. താങ്ക് യു.